ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൈദ ഒന്ന് നന്നായിട്ട് ഇളക്കി കുക്കാക്കി എടുക്കുക. മൈദ കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൈവെക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പാല് ചൂടായി വരുമ്പോൾ ഇളക്കാതിരുന്നാൽ അടിയിൽ മൈദ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ഇതിൽ ചീസ് ഇടുന്നുണ്ട്, ക്രീം ചീസ്. അതിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ പാലിവിടെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മളുടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ട്രയാങ്കിൾ ഷേപ്പിലുള്ള ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്രീം ചീസൊക്കെ നമ്മളുടെ ഈ ഒരു പാലിൻ്റെ മിക്സിലൊന്ന് മെൽറ്റായി ചേരണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ക്രീം ചീസ് എല്ലാം ഈ ഒരു പാലിൻ്റെ മിക്സിൽ നന്നായിട്ട് മെൽറ്റായി ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസിനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു ഹാഫ് ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, കാരണം ഓൾറെഡി ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഇളക്കി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മയോണീസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് മയോണീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നൂറിൻ്റെ ഒറിജിനൽ മയോണീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 2 ഡ്രോപ്പ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് മയോണീസ് എടുക്കാം.
എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി മടിയാണ്, അതുകൊണ്ടാണ് റെഡിമെയ്ഡ് എടുത്തത് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മളുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഞാനിവിടെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അത് ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ബൗളിൻ്റെ താഴെയായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലേ അതിട്ട് കൊടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിലില്ലേ ഈ വൈറ്റ് സോസ് മറ്റേ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതിലാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കാണാനും കുറച്ച് ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ സ്പൂണോടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ വൈറ്റ് സോസും മയോണൈസെല്ലും ഇല്ലേ കുറച്ച് നല്ലോണം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. നമ്മൾ ഇത് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മളുടെ മയോണൈസ് ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുക. മയോണൈസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സ്പൂണോടായോണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം 2-3 കളർ ഉണ്ടല്ലോ, റെഡ്, യെല്ലോ, ഗ്രീൻ, അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മക്കൾക്ക് ഇഷ്ടമല്ല അതൊന്നും. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഒറിഗാനോ ഉണ്ടല്ലോ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.